ന്യൂസ് റൂം ലൈവ് തുടരുകയാണ്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് തീപിടുത്തം ആകസ്മികമായി ഉണ്ടായ തീപിടുത്തമല്ല എന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. പ്രധാന കരാറെടുത്തത് വൈക്കം വിശ്വത്തിന്റെ മരുമകനാണ്. കെപിസിസി ജനറൽ സെക്രട്ടറി വേണുഗോപാലിന്റെ മകനാണ് ഉപകരാറെടുത്തത്. വലിയ അഴിമതി നടന്നെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. ബ്രഹ്മപുരത്തുണ്ടായത് ആകസ്മികമായ ഒരു തീപിടുത്തമല്ല. ശരിയായ അന്വേഷണം ആവശ്യമുള്ള സംഭവമാണ്. ഇതിന് പിന്നിൽ നൂറുകണക്കിന് കോടി രൂപയുടെ കൊടുക്കൽ വാങ്ങലുകളാണ് നടന്നിട്ടുള്ളത്. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെയും നഗരവികസന മന്ത്രാലയത്തിൻ്റെയും എല്ലാ നിർദ്ദേശങ്ങളും മറികടന്നുകൊണ്ടാണ് കൊച്ചിൻ കോർപ്പറേഷൻ ഈ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ പാർട്ടി വഴിവിട്ട് ഒരിടപെടലും നടത്തിയിട്ടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. കൃത്യമായ രീതിയിൽ മാലിന്യ സംസ്കരണം നടക്കണം, മറ്റ് താൽപര്യങ്ങളൊന്നും പാർട്ടിക്കില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള വഴിവിട്ട സഹായം നൽകേണ്ട കാര്യമില്ല. ആരായാലും അതിൽ വേറെ നോക്കേണ്ട കാര്യം. ഞാൻ മന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ തന്നെ ഇത് സംബന്ധിച്ച് റിവ്യൂ നടത്തിയതാണ്. ഈ പ്രവർത്തനം വളരെ ഫലപ്രദമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ നിലപാട് സ്വീകരിക്കണം. ഇനി കരാറുടെ കാര്യത്തിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ കാണുന്നില്ല. അവർ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നു പോകുന്നില്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യാനുള്ള നിലപാട് ഉൾപ്പെടെ സ്വീകരിക്കാമെന്ന് പറഞ്ഞാണ്. അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു അതുകൊണ്ട് വഴിവിട്ട ഒരു സഹായം ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, കോർപ്പറേഷന് ശ്രദ്ധയപ്പെടുത്തുക മാത്രമല്ല, ഞങ്ങൾ തന്നെ അത് മനസ്സിലാക്കിയിട്ട് വേണ്ടത്ര സ്പീഡിലല്ല പോകുന്നത് എന്ന് കണ്ടിട്ട് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഫലപ്രദമായിട്ട് റിവ്യൂ നടത്തിയിട്ടുണ്ട്. ശാരദാ മുരളീധരൻ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട്, അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണല്ലോ, അവർ കൂടി പങ്കെടുത്തുകൊണ്ട് അവിടെ ചർച്ച നടന്നിട്ടുണ്ട്. ഗവർണർ എല്ലാവരും ചേർന്നുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥ വിഭാഗവും അതുപോലെ തന്നെ മേയർ ഉൾപ്പെടെ ചേർന്നിട്ട് പരിശോധിച്ചിട്ടുണ്ട്. സിസോദിയെ അറസ്റ്റ് ചെയ്തതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തിനാണ് ഇങ്ങനെ വിരളി പിടിക്കുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഒരു തെളിവുമില്ലാതെ കേന്ദ്ര ഏജൻസികൾ ആരെയും അറസ്റ്റ് ചെയ്യില്ല. യാതൊരു തെളിവുമില്ലാതെ സിസോദിയെ അറസ്റ്റ് ചെയ്തു എന്ന് കേരള മുഖ്യമന്ത്രിയുടെ കത്ത്. വടിയിൽ കനമില്ലാത്തവർക്ക് വഴിയിൽ ഭയക്കേണ്ടതില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കേന്ദ്ര ഏജൻസികളെ ഭയപ്പെടുന്നത് എന്തുകൊണ്ടെന്നും സുരേന്ദ്രൻ ചോദിച്ചു. ആ അഴിമതി കേസിനെ കോടതിയുടെ നിർദ്ദേശാനുസരണം ജയിലിൽ കിടക്കുന്ന ദില്ലി ഉപമുഖ്യമന്ത്രിയെ പിന്തുണച്ചുകൊണ്ട് ഇന്നലെ കേരള മുഖ്യമന്ത്രി ഒരു കത്തയച്ചിരിക്കുക. കേരള മുഖ്യമന്ത്രിയുടെ കത്ത് പറയുന്നത് യാതൊരു തെളിവുമില്ലാതെ ദില്ലി ഉപമുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. കേരള പോലീസ് അല്ല സിസോദിയയുടെ കേസ് കൈകാര്യം ചെയ്യുന്നത്, കേന്ദ്ര ഏജൻസികളാണ്. അവർ തെളിവില്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യില്ല. കോടതികളുടെ നിർദ്ദേശാനുസരണമാണ് എല്ലാ അറസ്റ്റുകളും നിയമ നടപടികളും നടക്കുന്നത്. മുഖ്യമന്ത്രി എന്തിനാണ് ഇത്ര അസ്വസ്ഥനാവുന്നത്? മനീഷ് സിസോദിയക്കെതിരായ അറസ്റ്റും ദില്ലി മദ്യനയ കേസും എന്തിനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ വിരളി പിടിപ്പിക്കുന്നത്?